പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര, ജൈത്രയാത്ര ഇങ്ങനെ ജൈത്രയാത്ര തുടർ യാത്ര എന്ന് തന്നെയാണ്. എന്തായാലും തുടർ യാത്ര ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ആ യാത്രയുടെ ഒരു നല്ല കാര്യം തന്നെ, അല്ലെങ്കിൽ യാത്ര ഞങ്ങൾ ഇത്രയും ചെയ്യുന്നത് തന്നെ നമ്മുടെ പ്രേക്ഷകർ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഞങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതുകൊണ്ടാണ്. കാരണം നമ്മുടെ ഓരോ എപ്പിസോഡുകളും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വ്യത്യസ്തരായ അതിഥികളെ തേടിയാണ് ഞങ്ങളുടെ യാത്ര. ആ യാത്രയിൽ ഞങ്ങൾ പകർത്തിയെടുക്കുന്ന അതിഥികളെയൊക്കെ നമ്മുടെ പ്രേക്ഷകർ അംഗീകരിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തലുകൾ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതിന് അവർ അനുകരിക്കാതെ അതിനെ അംഗീകരിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞങ്ങൾ ഇത്രയും യാത്ര ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇന്ന് ഈ ദിവസം നമ്മുടെ പ്രേക്ഷകരിലേക്ക് ആദ്യമായിട്ട് ഞങ്ങളൊരു അതിഥിയെ തേടിയെത്തിയത് തിരുവനന്തപുരം ജില്ലയിൽ ഈ എപ്പിസോഡിലൂടെ ആദ്യത്തെ അതിഥിയെ പരിചയപ്പെടാൻ എത്തിയത് തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനംകോടിനടുത്ത് നാഗരാൾത്തറയ്ക്ക് താഴെ ഒരു വീട്ടിലൊരു അതിഥി വലയിൽ കുരുങ്ങി കിടക്കുന്നു എന്ന് ഞാൻ വീട്ടിലേക്ക് പോകുന്ന കുഞ്ഞു വഴിയിലാണ് നമ്മളിപ്പോൾ പോകാൻ. നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ തേടിയിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. ആ സ്ഥലം പോകുന്നു നമ്മൾ ആ സ്ഥലത്തേക്ക്. നമ്മളെന്തായാലും നമ്മുടെ അതിഥി അകപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം നമ്മൾ വന്നെ കണ്ട് അദ്ദേഹം വിളിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞു ചേരയാണ് വലയിൽ കുരുങ്ങിയത്. കാരണം അദ്ദേഹത്തിന് പാമ്പിനെയും ചേരകൾ, ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ മാലിക്കാരുടെ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ഇദ്ദേഹം വിളിച്ചിട്ട് വെൻപാലോട്ട് സ്ഥലത്തൊരു പാമ്പിനെ എടുത്തത്, അത് മൂർഖനായിരുന്നു കിണറ്റിൽ നിന്ന് എടുത്തത്. ഇത് വിളിച്ചപ്പോഴേ പറഞ്ഞു ചേരയാണ് കേട്ടോ, അത് ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ തല്ലി കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് ആദ്യം നമ്മൾ നന്ദി പറയുന്നു. നമ്മുടെ പ്രേക്ഷകർ മുന്നിലേക്ക് വലയിൽ അകപ്പെട്ടിരിക്കുന്ന അതിഥി ചേരയാണെങ്കിൽ തന്നെ മറ്റൊരു പ്രത്യേകതയുള്ള നല്ല ചേരകളിൽ പല സ്വഭാവങ്ങളുണ്ട്. ശാന്തതയുള്ളവരുണ്ട്, നമ്മളെ കണ്ടാൽ ഓടിപ്പോകുന്നവരുണ്ട്, കണ്ടാൽ പതുങ്ങുന്നവരുണ്ട്, കണ്ടാൽ പെട്ടെന്ന് കടിക്കുന്നവരുണ്ട്. ഇദ്ദേഹം പെട്ടെന്ന് കടിക്കുന്ന പ്രവണതയുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കടിക്കുന്ന ചേരകളെ നമുക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് ഇവിടെ താഴേക്ക് ഇങ്ങനെ വികസിപ്പിക്കുകയും പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നതായിട്ട് കാണാൻ കഴിയും, അല്ലെങ്കിൽ തെന്നിപ്പോകുന്നതായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇദ്ദേഹം അങ്ങനെയാണ്. ഇദ്ദേഹവും ഫീമെയിലല്ല, മെയിലാണ്. ഇദ്ദേഹത്തിന് അധികം നീളമൊന്നുമില്ല, അദ്ദേഹത്തിന് നീളം വളരെ കുറവാണ്. നമുക്ക് കാണാം, വളരെ കുറഞ്ഞ നീളമേ ഉള്ളൂ. ഏകദേശം 6 അടിയിലേറെ നീളമുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ വാലിൻ്റെ അഗ്രം കൂർത്തിരിക്കുന്നു. കാരണം വാല് നേരത്തെ എന്തോ അപകടത്തിൽ കട്ടായി പോയതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ മുത്തശ്ശന്മാർ പറയും പാമ്പുകൾക്ക് പ്രായം കൂടുമ്പോൾ വാല് കുറുകുമെന്നാണ്. അത് ശുദ്ധമായൊരു മണ്ടത്തിലാണ്. പ്രായം കൂടുമ്പോൾ നീളം കുറയുന്ന ലോകത്തൊരു ജീവിയേ ഉള്ളൂ, അത് മനുഷ്യന് മാത്രമാണ്. പ്രായം കൂടുമ്പോൾ നടുവിന് കൂനലുണ്ടായി താഴ്ന്നു കിടക്കുന്ന ജീവി മനുഷ്യന് മാത്രമാണ്. വേറെ ഒരു ജീവിക്കും പ്രായം കൂടുമ്പോൾ നീളം കുറയില്ല എന്നുള്ളത് ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് അതിഥികളെ പരിചയപ്പെട്ടതാണ്, വലിയ കുരുങ്ങിയ ചേരകളെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നമ്മൾ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ വല കട്ട് ചെയ്ത് നമ്മൾ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തും.
എന്തായാലും നമ്മൾ അതിഥിയെ രക്ഷിച്ചു. അദ്ദേഹത്തിന് വേറെ കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞ ആൺ ചേരയാണ്. അത് അദ്ദേഹത്തെ ആ കുരുങ്ങിയ ഭാഗത്ത് ചെറിയ ഒരു ഒരുപാട് സമയം എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂറായി കാണുന്നത് കുരുങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും അമ്മ പറയുന്നതെന്ന് വെച്ചാൽ അമ്മ ഒരു തമാശക്കാരിയാണെന്നാണ് തോന്നുന്നു. കാരണം അമ്മ പറയുന്നത് അമ്മ വെള്ളം കോരാനെ വന്നപ്പോൾ അമ്മ കയറെന്നും പറഞ്ഞ് എൻ്റെ വാരി പിടിച്ച് തൂക്കി അകത്തോട്ട് ഇട്ടു എന്നാണ് പറയുന്നത്. ഇത്രയും തള്ളി ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല. അമ്മയുടെ ഒരു അപാര തള്ളാണ് കേട്ടോ തള്ളിയത്. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ ഈ അതിഥിയെ നമ്മൾ കവറിലാക്കി അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിക്കായി യാത്ര ചെയ്യുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. പൈറ്റുവിള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ ഒരു എന്നെ ഇവിടെ സ്ഥിരമായിട്ട് പാമ്പിനെ കാണുമ്പോൾ വിളിക്കുന്നൊരു ചേട്ടനുണ്ട്. അദ്ദേഹം ഇന്നും വിളിച്ചു. അദ്ദേഹം വിളിക്കുന്ന സമയത്ത് നമ്മൾ മറ്റ് 1-2 കോളുകളിലായിരുന്നു. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. അദ്ദേഹം പറഞ്ഞ ആ വീട്ടിൻ്റെ മുന്നിലെത്തി. ഇവിടെ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് വേറെ മരക്കൊമ്പുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു ഈ ചെള്ളിക്ക് ഇടയിലൊരാൾ വന്ന് കയറിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വലിയ സംഭവമൊന്നുമല്ല, ഒരു ചെറിയ പാമ്പ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ സമയത്തൊക്കെ ഞാനിവിടെ വലയിൽ കുരുങ്ങിയ അതിഥികളെയൊക്കെ എടുക്കാൻ വന്നു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ആ സ്ഥലത്തെത്തി പോകുന്നു. നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്, അദ്ദേഹം റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. നമ്മൾ ആ അതിഥിയെ പരിചയപ്പെടാം. നമുക്ക് ഇതിനകത്ത് ഓ ഓക്കെ. ഇതാരാട്ടാ കണ്ടത്? വന്നതിന് ശേഷം ബോട്ടില്ലെന്നുള്ള വിശ്വാസം അല്ലേ? എന്തായാലും നമ്മുടെ ആ സാധ്യത ഇരിക്കുന്ന സ്ഥലത്ത് ഇവർ പറയുന്നത് ഈ ചുള്ളിക്കകത്ത് ഈ വിറവിനകത്തുണ്ട് എന്നുള്ള. പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് തീർച്ചയായും ഒരുപാട് മണ്ണ് കൂട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് എലി മാളമുണ്ടാക്കി അതിനകത്തായിരിക്കും ഇദ്ദേഹം ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മൾ ഇന്നും ഇന്നലെയൊക്കെ ചെയ്തതുപോലത്തെ ജോലിയൊന്നും ഇന്ന് ഇവിടെ ഇല്ല. ഒരല്പം ജോലി മാത്രം, കുറച്ച് വിറവ് മാത്രമേ എടുത്ത് മാറ്റാനുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ആ ദൗത്യം നിർവഹിക്കാൻ തുടങ്ങുകയാണ്. കാരണം നമ്മൾ രാത്രിയാവുന്നു. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് കോളുകൾ ഇങ്ങനെ നമ്മുടെ അതിഥികൾ ഇരിക്കുന്നതുകൊണ്ട് പല സ്ഥലത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമയം ഇവിടെ പാഴാക്കുന്നില്ല. ഇവിടെ തന്നെ ഇപ്പോൾ 2 മണിക്കൂറിലേറെയായി ഇവർ വിളിക്കുമ്പോൾ നമ്മൾ മറ്റു കോളുകളിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഈ അതിഥിയെ തേടി നമ്മൾ ഈ വേസ്റ്റ് അല്ലെങ്കിൽ ഈ വിറവൊക്കെ എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നു. നമ്മൾ തന്നെ വന്ന് തേടിയ സ്ഥലത്ത് തന്നെ അതേ ഉണ്ടായിരുന്നു. 2 കഷ്ണം എടുത്ത് മാറ്റി തന്നെ ഓടി, അല്ലെങ്കിൽ പെട്ടെന്ന് എഴഞ്ഞു പോയി ചുള്ളിയുടെ കയറുകയാണ് ചെയ്തത്. നമ്മളെന്തായാലും അദ്ദേഹത്തെ പിടികൂടി. നമ്മൾ അദ്ദേഹത്തെ ഈ വിറവിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം അത്ര വലിയ അതിഥിയൊന്നുമല്ല, എന്നാൽ തീരെ മോശമല്ല. അവർ പറഞ്ഞതുപോലെ മൂർഖൻ പാമ്പ് തന്നെയായിരുന്നു. എന്തായാലും നമ്മൾ അധികം പ്രായമില്ലെങ്കിൽ ഏകദേശം 7 വയസ്സ് വരെ പ്രായം വരുന്നുണ്ട്. അതുമാത്രമല്ല ഇദ്ദേഹം മെയിൽ മൂർഖൻ പാമ്പാണ്. നമ്മൾ ചില ദിവസങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ മൂർഖന്മാരെ മാത്രമാണ് കൂടുതലായി കിട്ടുക. ചില ദിവസങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ചേരകളെ മാത്രമാണ് കൂടുതലായി കിട്ടുക. ചില ദിവസങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അണലിയെ കൂടുതൽ കിട്ടാറുണ്ട്. പക്ഷേ ഇത് ചേര അല്ല,
അണലിയല്ല, മൂർഖൻ അഥവാ സർപ്പം എന്നറിയപ്പെടുന്ന, നാഗം എന്നറിയപ്പെടുന്ന, അല്ലാത്താൻ പാമ്പ് എന്നറിയപ്പെടുന്ന അത് തന്നെയാണ്. ഇതിന് ഏകദേശം 5.5 അടിയിലേറെ നീളമുണ്ട്, 7 വയസ്സോളം പ്രായമുണ്ട്, ആൺ പാമ്പ് തന്നെയാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കേരളത്തിൽ മൂർഖൻ പാമ്പുകളുടെ ഇണചേരലെന്ന് പറയുന്നത് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഈ ജനുവരി പകുതി വരെ മാത്രമാണ് ഇവിടെ ഇണചേരൽ തീർന്നു പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവസാനമായി ഈ വർഷത്തെ ഇണചേരൽ തീരുന്നതുകൊണ്ടായിരിക്കാം ആൺപാമ്പുകൾ ഒരുപാട് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫീമെയിൽ ഉള്ള പെൺ പാമ്പുകളുള്ള സ്ഥലങ്ങളിൽ ആൺ മൂർഖൻ പാമ്പുകൾ എത്തുക പതിവാണ്. അപ്പോൾ പെൺപാമ്പ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇദ്ദേഹം തേടി എത്തുന്ന ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇവിടെ വന്നത് അതിനാണെന്ന് തോന്നുന്നില്ല. ഇവിടെ വന്ന് വെള്ളം കുടിക്കാനാവാനുള്ള സാധ്യത കൂടുതൽ, കാരണം ഇവിടെ വെള്ളത്തിൻ്റെ നനവ് ഉള്ളതുകൊണ്ടായിരിക്കാം ഇവിടെ വന്നത്. അപ്പോൾ പാമ്പുകൾക്ക് വെള്ളം അനിവാര്യമാണ്. അതുമാത്രമല്ല, നമ്മുടെ അമ്മമാർ പറയുന്ന മറ്റൊരു കാര്യം, പാമ്പുകൾ പുതുമഴ പെയ്യുമ്പോൾ വെള്ളം കുടിക്കും, അല്ല പുതുമണ്ണ് തിന്നാൻ ഇറങ്ങി വരുമെന്ന്. അത് തെറ്റായ ഒരറിവാണ്. അത് തെറ്റായ ഒരറിവാണ്. പാമ്പ് ഒരിക്കലും മണ്ണ് കഴിക്കാറില്ല. പുതുമഴ പെയ്യുമ്പോൾ പാമ്പ് വെള്ളം കുടിക്കാനാണ് വരുന്നതെന്നുള്ള മറന്നു പോകാതിരിക്കുക. എന്തായാലും ഇത് അത്ര പ്രായക്കാരനൊന്നും അല്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ ഹാർട്ട് അറസ്റ്റ് ഉണ്ടാവുക ഒരു പതിവാണ്. കാരണം മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റിൽ പ്രേക്ഷകർ ഒരുപാട് മൂർഖന്മാരെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ ഈ അതിഥിയെ ബോട്ടിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ജാറിലാക്കിയതിന് ശേഷം നമ്മൾ മറ്റ് അതിഥികളെ തേടി പോകേണ്ട ഒരുപാട് കോളേജിൽ ഇനി വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ മറ്റ് അതിഥികൾ ഒത്തിരി വെയിറ്റിങ്ങിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ അതിഥിയെ ബോട്ടിലാക്കുന്നതിന് മുന്നേ ഇവിടുത്തെ നാട്ടുകാർക്ക് ഫോട്ടോ എടുക്കാൻ ഒന്ന് തിരിഞ്ഞു കൊടുക്കുകയാണ്. നമ്മളെന്തായാലും നമ്മുടെ ദൗത്യം കഴിഞ്ഞു. നമുക്ക് എവിടെ പോയാലും നമുക്കൊരു അനുഭവമുണ്ട്. കാരണം ഈ കാണികളായിട്ട് വരുന്നവർ 90% സ്ഥലങ്ങളിലും എന്തെങ്കിലും മോശമായ കമൻസോ എന്തെങ്കിലും ഉണ്ടാകാറൊരു പതിവാണ്. അത് കേരളത്തിൽ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ എവരെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചാലും അവർ എത്രയൊക്കെ നമ്മൾ നല്ല രീതിയിൽ സമീപിച്ചാലും മോശമായിട്ടുള്ള കമൻസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം, മറ്റ് ജില്ലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് വളരെ കുറവാണ്. തിരുവനന്തപുരത്ത് നമ്മുടെ സ്വന്തം സ്ഥലത്ത് എപ്പോഴും മോശമായിട്ടുള്ള സമീപനമാണ് കൂടുതലായി കണ്ടുവരുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ടെങ്കിലും അവരുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. നമ്മൾ മറ്റ് ഒരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്, വേട്ടമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ഉപയോഗിക്കാതെ ശൂന്യമായി കിടക്കുന്ന, അന്ന് ശൂന്യതയെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ തൊണ്ടോ ചേട്ടയൊക്കെ വാരിയിട്ടിരിക്കുന്നു, കദമ്പയൊക്കെ വാരിയിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഉപയോഗിക്കാതെ കിടക്കുന്ന വേസ്റ്റ് ഡംപ് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമിനകത്ത് ഒരു ചെറിയ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് ഇവർ വിളിക്കുകയുണ്ടായി. കുറച്ച് സമയമായി. അത് പോകാതിരിക്കാനേ അവർ കുറച്ച് മണ്ണെണ്ണയൊക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ചട്ട അത് കുളിക്കാൻ പോയപ്പോൾ ചട്ടയൊക്കെ ഊരി അവിടെ വെച്ചിട്ട് പോയി, ഉടുപ്പൊക്കെ ഊരി അവിടെ വെച്ചിട്ട് പോയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ആ വീട്ടിലെത്തുന്നു. ആ വീട്ടിലേക്ക് പോകുന്ന വഴി മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മദ്യം എന്ന് പറയുമ്പോൾ വേറെ മദ്യങ്ങളല്ല, വഴിയുടെ മദ്യം, എന്നാൽ വഴിയുടെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല, പോകുന്നു. നമ്മുടെ പ്രേക്ഷകരെ കാണാനായിരിക്കുന്ന അതിഥി, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി വ്യത്യസ്തനാണോ, അത് നമ്മുടെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ട അതിഥികളാണോ, അദ്ദേഹത്തിൻ്റെ ഇനത്തിൽപ്പെട്ട അതിഥികളാണോ നോക്കാം. പോകാം നമുക്ക് ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഭയങ്കര ചൂട്, കുളിച്ചില്ല. ഞാൻ ഒന്ന് കുളിക്കാൻ വേണ്ടി അതിൽ കയറാം. ഇതിനകത്ത് ആണ് അദ്ദേഹം പറയുന്നത് കാണുന്നതെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ എന്തായാലും ഭാഗ്യമുണ്ട്, അദ്ദേഹം പറഞ്ഞതുപോലെ അവർ അതിനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടൊന്നുമില്ല. മണ്ണെണ്ണ സ്പ്രേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണാം നമുക്ക് അദ്ദേഹത്തെ മണ്ണ് വാതിൽ തുറന്നതിന് അദ്ദേഹം വന്നു. കാരണം അദ്ദേഹത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. 1 ലിറ്റർ മണ്ണെണ്ണ അതിൻ്റെ ദേഹത്ത് വീണിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. വേറെ അപകടമൊന്നുമില്ല. ഒരു രാജവെമ്പാലയാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതൊരു ചെറിയ ചേര മാത്രമാണ്. നമ്മൾ സമയം കളയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദേഹത്ത്
മണ്ണെണ്ണ നന്നായിട്ട് വീണിട്ടുണ്ട്. പക്ഷെ മണ്ണെണ്ണ ദേഹത്ത് മണ്ണെണ്ണ അത് മനഃപൂർവ്വം ഒഴിച്ചതല്ല, ഈ പുറത്തേക്ക് ഇറങ്ങി പോകാതിരിക്കാനായി മണ്ണെണ്ണ സ്പ്രേ ചെയ്ത സമയത്ത് ഇദ്ദേഹം മിക്കവാറും എനിക്ക് തോന്നുന്നു അദ്ദേഹം പെട്ടെന്ന് മൂവ് ചെയ്ത് വന്നതായിരിക്കാം. പിന്നെ ചട്ട പൊഴിച്ചിട്ടുണ്ട്. ചട്ടയും ചേരയുടെ ചട്ട തന്നെയാണ്, വേറെ ചട്ടയൊന്നുമല്ല, ചേരയുടെ ചട്ട തന്നെയാണ്. അപ്പോൾ ഇത് ചട്ട പൊഴിച്ച് സൗന്ദര്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് വയ്യ, മണ്ണെണ്ണ വീണിട്ട് അദ്ദേഹത്തിന് ചെറിയൊരു ക്ഷീണമുണ്ട്. മണ്ണെണ്ണ വീണിട്ട് ചെറിയൊരു ക്ഷീണമുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ തിരുന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി എടുത്തു കഴിഞ്ഞാൽ അത് മാറും. വയ്യായിക ഉള്ളതുകൊണ്ടാണ് ഈ കൂടുതൽ നാവ് ഇങ്ങനെ പുറത്തേക്കുന്നത്. രക്ഷപ്പെടാൻ വേണ്ടിയാണ് നാവ് പുറത്തേക്ക്. നമ്മുടെ ചേരുകളെ നമ്മൾ ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ നമ്മൾ അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നമ്മൾ ഇദ്ദേഹത്തിന് ഒന്ന് പൈപ്പിൽ ഒന്ന് കഴുകിയെടുക്കുന്നത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം നമുക്ക്. ഇപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ ദേഹത്ത് മണ്ണെണ്ണ വീണ മണ്ണെണ്ണയുടെ അംശം കുറയ്ക്കണം. മണ്ണെണ്ണ ചൂടായതുകൊണ്ട് ഒരു കോൾഡ് തണുത്ത രക്തമായിട്ട് ദേഹത്ത് പൊള്ളലുണ്ടാവും. അപ്പോൾ ആ ഒരു ചൂടിന് നമ്മൾ തണുപ്പ് കൊടുക്കുകയാണ്. അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ തണുപ്പ് കൊടുക്കുകയാണ്. അപകടമൊന്നുമില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഫീമെയിലാണ്, പെണ്ണാണ്. 2 വയസ്സ് കഴിഞ്ഞ് 3ാമത്തെ വയസ്സാണ് അദ്ദേഹത്തിന്. 2 വയസ്സ് കഴിഞ്ഞു എന്നുള്ളത്, കഴിഞ്ഞതേ ഉള്ളൂ. 3 വയസ്സിനടുത്ത് വരും. വാല് നമുക്ക് കാണാം, വാല് നല്ല മണ്ണെണ്ണ നന്നായിട്ട് വീണിട്ടുള്ള വാലിങ്ങനെ ചുരുട്ടി പിടിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ പ്രേക്ഷകർ ഒരുപാട് ചേരകളെ പരിചയപ്പെട്ടതുകൊണ്ട് നമ്മൾ ഈ അതിഥിയും ആദ്യം കഷ്ടപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിന് നമ്മൾ ഉടനെ തന്നെ കവറിലാക്കി മറ്റൊരു അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumuditv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.